തിരുവനന്തപുരം ചെറിയ തുറയിലെ വായ്പാ തട്ടിപ്പ് കേസിൽ പോലീസിനെതിരെ പരാതിയുമായി തട്ടിപ്പിനിരയായവർ പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസ് അവസരമൊരുക്കുന്നതായി ആരോപണം. പരാതിയിൽ നിന്ന് പിന്മാറാൻ പ്രതികൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നും പരാതിക്കാർ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാത്ത സാഹചര്യത്തിലാണ് തട്ടിപ്പിനിരയായ വീട്ടമ്മമാർ പോലീസിനെതിരെ തിരിഞ്ഞത്. ചെറിയ തുറയിലെ വായ്പാ തട്ടിപ്പിൽ 5 പേരെ പ്രതി ചേർത്ത് കേസെടുത്തെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. തട്ടിപ്പിലെ മുഖ്യകണ്ണി ഗ്രേസി എന്ന ഡെയ്സി ജോസഫ്, ഇന്ത്യൻ ബാങ്ക് മാനേജർ രാജേഷ് ഉൾപ്പെടെ ഒരാളെപ്പോലും ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. അന്വേഷണം വൈകിപ്പിച്ച പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസ് സൗകര്യമൊരുക്കുന്നുവെന്നാണ് വീട്ടമ്മമാർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. FIR രജിസ്റ്റർ ചെയ്തു, ഓക്കെ, അത് രജിസ്റ്റർ ചെയ്ത് അത് അവിടെ കിടപ്പ്. ബാക്കി എന്ത് ചെയ്ത് ഏത് ചെയ്തെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ശരിക്കും ഈ വൈകുന്തോറും അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം പോലീസ് തന്നെയാണ് ഒരുക്കി കൊടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയതുറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ കേസെടുക്കാൻ പോലും തയ്യാറായില്ല. പിന്നീട് DCP നിതിൻ രാജിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഫോർട്ട് പോലീസ് കേസെടുത്തത്. പരാതി പിൻവലിക്കാൻ പ്രതികളുടെ സംഘം സമ്മർദ്ദം ചെലുത്തുന്നതായും വീട്ടമ്മമാർ ആരോപിച്ചു. കേസ് പിൻവലിക്കണം, പിൻവലിച്ചു കഴിഞ്ഞാൽ ബാങ്ക് NOC തരാമെന്നാണ് പറയുന്നത്. കേസിന്റെ പുറകെ പോയാൽ നിങ്ങൾക്ക് അതിന്റെ പുറകെ പോകാൻ സമയമുള്ളൂ. സ്വയം സഹായ സംഘത്തിന്റെ പേരിൽ വീട്ടമ്മമാരെടുത്ത വായ്പാ തുകയായി 25 ലക്ഷം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇടപാടിന്റെ രേഖകൾ ബാങ്കിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വായ്പാ തുക തിരിച്ചുപിടിക്കാൻ ബാങ്ക് നിയമ നടപടികളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ആശങ്കയിലാണ് തട്ടിപ്പിനിരയായ വീട്ടമ്മമാർ. വായ്പാ തുക കൈപ്പറ്റിയില്ലെങ്കിലും പണമടയ്ക്കേണ്ടത് വീട്ടമ്മമാരാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബാങ്ക്. വീഡിയോ ജേർണലിസ്റ്റ് രതീഷ് കട്ടേലക്കൊപ്പം റിപ്പോർട്ടർ R. ഋഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.